ഹലോ, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ദിവസങ്ങളായി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കണതാണ് കേട്ടോ. ഇപ്പോഴാണ് അതിന് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് 7 മണിക്കൊക്കെ എണിക്കത്തുള്ളൂ. മാക്സിമം 7 മണി വരെ ഉറങ്ങത്തുള്ളൂ കേട്ടോ. കാരണം എനിക്ക് 8:30 വിശക്കാനും തുടങ്ങും. അപ്പോൾ 7 മണിക്കേ ഞാൻ എണിക്കത്തുള്ളൂ. പിന്നെ ഇന്ന് ഡാൻസ് ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ കുളിച്ച് ഫ്രഷ് ആവും കാര്യങ്ങളൊക്കെ വേണം. ചായ ഞാൻ തന്നെ ഇട്ട് കുടിച്ചാലേ എനിക്ക് എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിച്ച് തല എപ്പോഴും കുളിക്കത്തില്ലേ, കാരണം മുടി ഞാൻ ആഴ്ചയിലൊരു 3 ടൈംസേ മാക്സിമം നനയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ 2 ടൈംസ്. അതിൽ കൂടുതൽ ഞാൻ തല നനയ്ക്കാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേനൽക്കാലമൊക്കെ ആയാൽ ചിലപ്പോൾ 4 ടൈംസൊക്കെ നനയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നല്ല അടദോശയായിരുന്നു. അടയിൽ മുരിങ്ങയിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാത്തവരൊക്കെ ചോദിക്കും, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞാൽ അഖിലേട്ടൻ്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ, അഖിലേട്ടൻ മീൻസ് മൈ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേന്ന്. ഞാൻ അവിടെയും നിൽക്കാറുണ്ട്, ഇവിടെയും നിൽക്കാറുണ്ട്. മാറി മാറി നിൽക്കാൻ പറ്റുന്നത് തന്നെ ഞാൻ എൻ്റെ ഭാഗ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ കയറാൻ പാടില്ല എന്നുണ്ടോ? ജനിച്ച വീടാണ്, ഞാൻ ജനിച്ച് വളർന്ന വീടാണ്. അത് എൻ്റെ വീടല്ലാതെ മാറില്ല, ഒരിക്കലും മാറത്തില്ല അല്ലേ. അതിന് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഡാൻസ് ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് തൈര് സാദം കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനോടും പറഞ്ഞു, ആളും വന്ന് തൈര് സാദം കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കേടും മാതള നാരങ്ങയും വാങ്ങിച്ചു. എൻ്റെ വണ്ടി കൊല്ലത്തിലൊക്കെ ഞാൻ കഴുകത്തുള്ളൂ, അതാണ് വണ്ടിക്ക് ചുറ്റും നടന്ന് നോക്കുന്നത് വല്ല പാറ്റയോ പ്രാണിയോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഈ ഒരു മാതള നാരങ്ങയ്ക്ക് 138 രൂപ കേട്ടോ. ഇപ്പം എല്ലാത്തിനും വില കൂടിയിട്ടുണ്ടല്ലേ. അങ്ങനെ മാതള നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് തൈര് സാദമൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ തൈര് സാദമൊക്കെ കഴിച്ചു. എനിക്ക് തൈര് സാദം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അതിനുശേഷം പ്രത്യേകിച്ച് രാവിലെ തന്നെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അപ്പം ഞാൻ വല്ല സിനിമ കാണാനോ വല്ല വീഡിയോ അല്ലെങ്കിൽ കാണാനോ എന്തിനെങ്കിലുമൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മുടെ വീട്ടിൽ മിക്കവാറും റോക്കി വീട്ടിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ ചീത്ത പറയത്തൊന്നുമില്ല, കാരണം കുഞ്ഞുനാൾ മുതൽ അവനെ നമ്മൾ നോക്കുന്നതുകൊണ്ട് അവനെ നമ്മൾ അങ്ങനെ ചീത്ത പറയത്തില്ല കേട്ടോ. അപ്പം ചിലർക്കൊന്നും അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഡോഗിനെ കണ്ടാലൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. പക്ഷെ നമ്മൾ കുട്ടിയായിട്ട് കണ്ടതുകൊണ്ട് തന്നെ അവനെ നമുക്ക് ചീത്ത പറഞ്ഞ് പുറത്താക്കാനൊന്നും തോന്നില്ല. അവൻ്റെ കുറച്ച് നേരം അവിടെ കിടന്ന് എണീറ്റൊക്കെ പോവും. പിന്നെ നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതൊക്കെ അല്ലേ, അതുപോലെ നമ്മൾ എല്ലാവരുടെയും വൃത്തിയാക്കുന്നതും ഒക്കെ അല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അടിച്ചൊക്കെ വാരി അതിനുശേഷം നേരെ തൊടിയിലോട്ടാണ് പോയത്. കാരണം റോക്കിക്ക് തൊടി വരെ പോകണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തൊടിയുടെ ബാക്കിൽ വേറൊരു മലമ്പുഴ റോഡുണ്ട് കേട്ടോ. അവിടെ നമ്മളൊരു ബദാം മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലമായ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിടിച്ചിട്ടേ ഉള്ളൂ, അതിനി വന്നിങ്ങനെ റൗണ്ടിൽ നിൽക്കുകയാണെങ്കിൽ നല്ല തണലൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ മുന്നേ 2 ബദാം ട്രീ ഒക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ റിനോവേഷൻ്റെയൊക്കെ സമയത്തൊക്കെ മുറിക്കേണ്ടിയൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, വളരുവാണെങ്കിൽ വളരട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ ഒരു കിണർ കേട്ടോ, കുറേ പേര് കണ്ടിട്ട് പേടിയാവുന്നതെന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി നമ്മൾ വീടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കിണർ ചത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. നമ്മൾ ആണ് അതിന് പുതുജീവൻ കൊണ്ടുവന്നത്. നമ്മളിങ്ങനെ മെല്ലെ സേവ് ചെയ്ത് ചെറിയ പണികളായിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ കിണറിനെ ഇത്രയും ഇങ്ങനെ വൃത്തിയാക്കി എടുത്തത്. അതുവരെയും അത് പോരാഞ്ഞിട്ട് അപ്പുറത്തെ തൊടിയത്തെ വലിയൊരു മാങ്ങാമരം അതിൻ്റെ മണ്ടയിൽ വീണിട്ട് കിണർ ക്ലീനാക്കാനായിരുന്നു ഞങ്ങൾ ഒരുപാട് പാടുപെട്ടത് കേട്ടോ. പിന്നെ ചെരുപ്പിട്ടൊക്കെ ഞാൻ ആദ്യം നടക്കുകയാണ്. അപ്പോൾ ചിലർ ചെരുപ്പിടണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ പാമ്പൊക്കെ ഉണ്ട്, നമ്മൾ ചെരുപ്പിടണം. 2 പ്രാവശ്യം ഫോറസ്റ്റ് ഓഫീസറൊക്കെ വന്നിട്ട് പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ തൈപ്പൂയം മഹോത്സവമാണ് എൻ്റെ വീട്ടിൻ്റെ. മഹോത്സവം എന്നല്ല, ചെറിയ പരിപാടിയായിരിക്കും. ചെറിയൊരു അമ്പലം നമ്മുടെ ഗ്രാമത്തുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എൻ്റെ ഫേവറേറ്റ് ഗോഡ് എന്ന് പറയുന്നത് മുരുകനാണ്. ചെറുപ്പത്തിൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക, ഭഗവാനെ മുരുക എന്നെ പറഞ്ഞവരുടെ കണ്ണിൽ രാത്രി വെയിൽ കൊണ്ടുപോയി കുത്തണേ എന്നുള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും കേട്ടോ. അതൊക്കെ ഒരു ഫണ്ണല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് കൃഷ്ണനേക്കാൾ ഉപരി മുരുകനോടൊരു ഇഷ്ടമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം 7:30 ഒക്കെ ആവും. പിന്നെ ക്ലാസ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങും. ക്ലാസ്സൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ.